തലയിലെ പേൻ, താരൻ, ജലദോഷം, നീർവീഴ്ച എന്നിവ കൊണ്ട് കഷ്ടപ്പെടുന്ന സമയമാണിപ്പോൾ. സ്കൂൾ തുറപ്പ് സമയമായതുകൊണ്ട് കുട്ടികളുടെ തലയിലേക്ക് ഇനി പേന് വരാനും അതുപോലെ മഴക്കാലമായതുകൊണ്ട് ജലദോഷം, നീർവീഴ്ച തുടങ്ങിയവ ഉണ്ടാവാനും വളരെ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ ഇത് കാരണം ഏറ്റവും കൂടുതൽ പരിഹാര മാർഗം തേടി നടക്കുന്നത് നമ്മുടെ വീട്ടമ്മമാരാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ടിപ്സുമായാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എണ്ണ തയ്യാറാക്കാം. നമ്മുടെ വീട്ടിന് ചുറ്റും തന്നെ കാണുന്ന അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നട്ട് വളർത്തുന്ന കുറച്ച് ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ ഈ എണ്ണ ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് തലയിലെ പേനും ജലദോഷവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മുടി നന്നായിട്ട് തഴച്ച് വളരാനും ഈ എണ്ണ വളരെയധികം പ്രയോജനം ചെയ്യുന്നു. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കീഴാർ നെല്ലി, കുറച്ച് ചെമ്പരത്തി, ചുവന്ന ചെമ്പരത്തി പൂവ്, കറ്റാർ വാഴ, പൂവാങ്കുരുന്നില, കറിവേപ്പില, പനിക്കൂർക്ക, കൃഷ്ണതുളസി. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ ഈ എണ്ണ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഇലകളെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തി പൂവും കറ്റാർ വാഴയും കൂടെ ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇലകളെല്ലാം കൂടെ മിക്സിയിലിട്ട് ജാറിലിട്ട് നന്നായിട്ട് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കറ്റാർ വാഴയും ചെമ്പരത്തി പൂവും അരച്ച് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ അരച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇലകളെ എടുത്തിട്ട് അതിൻ്റെ ചാറ് നന്നായിട്ട് ഒരു വെള്ള തുണിയിലോ തോർത്തുമുണ്ടിലോ ഒഴിച്ച് നന്നായിട്ട് അതിൻ്റെ ചാറ് മാത്രം പിഴിഞ്ഞ് നന്നായിട്ട് അതിൻ്റെ ചാറ് മാത്രം പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അതിനെ ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇതും തയ്യാറാക്കി വെച്ച ഔഷധക്കൂട്ടും 1 ലിറ്റർ എണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഞാനിത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അടുപ്പത്തേക്ക് വയ്ക്കുമ്പം തന്നെ നമുക്കൊരു അതിൻ്റെ വെള്ളം പൊട്ടുന്ന ആ സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നു. ചിൽ 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 എന്ന് പറഞ്ഞിട്ട് വെള്ളം പൊട്ടുന്ന ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. അതായത് ഇലകളുടെ നീരെന്ന് പറയുമ്പോൾ വെള്ളമാണല്ലോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള നീരിൽ നിന്നുള്ള ജലാംശം മുഴുവനുമായിട്ടും പൊട്ടി മാറിപ്പോകുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇതിനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഏകദേശം കുറേയൊക്കെ അതിൻ്റെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ആ എണ്ണയും മരുന്നുമായിട്ട് മാത്രം ആയി വന്നിട്ടുണ്ട്. ഏകദേശം നല്ല പരുവമായിട്ട് വന്നിട്ടുണ്ട്. പാകത്തിനെത്തി നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ചിലിചിലിപ്പ് മൊത്തവും മാറി ഇതിനകത്തുള്ള ജലാംശം മുഴുവനും പൂർണ്ണമായിട്ട് മാറി നല്ല നിറത്തിലുള്ള നല്ല പച്ചയും ചുവപ്പും ചേർന്ന കളറിലുള്ള എണ്ണയായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലിരിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ചെമ്പരത്തിപ്പൂവും കറ്റാർവാഴയും ഞാൻ സെപ്പറേറ്റ് അരച്ച് വെച്ചത് അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നന്നായിട്ട് കരിഞ്ഞ് വന്നിട്ടുള്ളതാണ് ഈ കാണുന്നത്. അതിന് നമുക്ക് അരിച്ച് മാറ്റാം. അപ്പോൾ ഇതിന് ഞാൻ ഇനി എണ്ണ സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുകയാണ്. നന്നായിട്ട് എണ്ണ തണുത്ത് തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ല കളറും നല്ല മണവുമായിട്ടാണ് ഇതാർന്ന് കൂടെ എണ്ണ ഈ കിട്ടിയിരിക്കുന്നത്. മുടി നന്നായിട്ട് തഴച്ച് വളരാനും മുടിയിലുള്ള പേന് മാറാനും, അതായത് ചെമ്പരത്തിപ്പൂക്ക് എന്ന് പറയുമ്പോൾ നല്ല ഒരു ഷാമ്പു ആണ്. അതുപോലെ ജലദോഷത്തിന് പറ്റിയതാണ്. കറ്റാർവാഴയും തുളസിയിലയും പനിക്കൂർക്കയൊക്കെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്ന് ഞാനിത് കുപ്പിയിലേക്ക് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്നത് ഈ എണ്ണ തന്നെയാണ്. എൻ്റെ മോളുടെ തലയിലേക്ക് ഞാൻ എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. മുടി നന്നായിട്ട് തഴച്ച് വളരുന്നു. നല്ല ഉള്ളുണ്ട് മുടിക്ക്. അപ്പോൾ നന്നായിട്ട് വളരാനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരു എണ്ണയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, തയ്യാറാക്കുക. എല്ലാവർക്കും എപ്പോഴും വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു എണ്ണ തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിൽ എപ്പോഴും സൂക്ഷിക്കുക. ഓക്കെ, താങ്ക് യു.